വൃദ്ധസദനത്തിൽ കഴിയുന്ന നടൻ മോഹൻ ശർമ്മ പറയുന്ന കാര്യങ്ങൾ കള്ളമാണെന്ന് നടി കുട്ടി പത്മിനി. മോഹൻ ശർമ്മ പല തെറ്റുകളും ചെയ്തിട്ടുണ്ടെന്നും കുട്ടി പത്മിനി പറയുന്നു. ഫിലിം ചേംബർ കഴിഞ്ഞ വർഷം മോഹൻ ശർമ്മയ്ക്ക് 2 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. ആരും സഹായിച്ചില്ലെന്ന് പറയുന്നു. ഒരു അളവുമില്ലാതെ ഇത്രയും നുണ പറയുന്നു. എനിക്ക് ആശ്ചര്യമായി. അദ്ദേഹം നല്ല നടനാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വികാരധനായി സംസാരിക്കാൻ പറ്റില്ല. കഷ്ടപ്പെടുന്നവരെ സഹായിക്കണം. എന്നാൽ കഷ്ടപ്പെടുന്നവരെ പോലെ അഭിനയിക്കുന്നവരെ ജാഗ്രതയോടെ കാണണം. നമ്മളും കഷ്ടപ്പെട്ടല്ലേ സമ്പാദിക്കുന്നത്. 2 തവണ ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിമുഖം എടുത്തിട്ടുണ്ട്. ഒരു ചാനലിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അഭിമുഖമെടുത്തപ്പോൾ എനിക്ക് വല്ലാതെ ഫീലായി. ലക്ഷ്മിയക്കയെക്കുറിച്ച് തെറ്റായി എന്തെങ്കിലും സംസാരിച്ചാൽ ഞാൻ എഴുന്നേറ്റ് പോകുമെന്ന് ആദ്യമേ വ്യക്തമായി പറഞ്ഞതാണ്. അദ്ദേഹം ഉറപ്പു തന്നു. എന്നാൽ അഭിമുഖത്തിൽ തെറ്റായി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് പോയത് ചാനൽ കട്ട് ചെയ്ത് മാറ്റി. ആർക്ക് വേണ്ടിയല്ലെങ്കിലും എനിക്കറിയാവുന്ന വിവരങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. പോയസ് ഗാർഡനിലായിരുന്നു ഞാൻ ആ വീട് പോയി എന്ന് പറഞ്ഞ് അദ്ദേഹം കരയുന്നുണ്ടല്ലോ. ആ വീട് വാങ്ങാൻ 5.5 ലക്ഷം രൂപ ലക്ഷ്മിയക്ക അദ്ദേഹത്തെ വിശ്വസിച്ച് ആ കയ്യിൽ കൊടുത്തു. ഈ വീട് വിറ്റ് പോയി എന്ന് കള്ളം പറഞ്ഞ് വീട് മോഹൻ ശർമ്മ സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്തു. കുറേ നാളുകൾക്ക് ശേഷം ലക്ഷ്മിയക്കയ്ക്ക് സത്യം മനസ്സിലായി. അതിനുള്ളിൽ അവർ അകന്നു. പിരിഞ്ഞ ശേഷം മറ്റൊരു സ്ത്രീയെ മോഹൻ ശർമ്മ വിവാഹം ചെയ്തു. മൂന്നാമത് ഒരു ഭരതനാട്യം ഡാൻസറെ വിവാഹം ചെയ്തു. ശാന്തി എന്നാണ് പേര്. വൈകി വിവാഹം ചെയ്തവരാണിവർ. ശാന്തിയുടെ സഹോദരങ്ങൾ വിദേശത്താണ്. ശാന്തിയുടെ മാതാപിതാക്കൾ മരിച്ചതോടെ അതുവരെ പൂച്ചയെപ്പോലെയായിരുന്ന മോഹൻ ശർമ്മ കംസനായി മാറി. ശാന്തിയെ അടിച്ച് ബഹളം വെച്ചു. ആ വലിയ വീട് വിൽക്കാൻ നിർബന്ധിച്ചു. വേറെ വഴിയില്ലാതെ ശാന്തി സമ്മതിച്ചു. സഹോദരങ്ങളോട് സംസാരിച്ചു. അവർ 2 പേരും അമേരിക്കയിൽ നിന്ന് വന്ന് ഒപ്പിട്ടുകൊടുത്തു. സഹോദരങ്ങളുടെ വിഹിതം ശാന്തിയുടെ സുരക്ഷയ്ക്കായി നൽകി. എന്നാൽ മോഹൻ ശർമ്മ അതും കൈക്കലാക്കി. എല്ലാം നശിപ്പിച്ചു. ശാന്തി ഇപ്പോൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം നാട് മുഴുവൻ ഇയാൾക്ക് കടബാധ്യതയുണ്ട്. മരിച്ചാൽ അതെല്ലാം ശാന്തിയുടെ തലയിലാകും.